GP എന്ന ഗോവിന്ദ് പത്മസൂരിയെ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. സൗന്ദര്യം സീരിയലിലെ അഞ്ജലി, അതായത് നമ്മുടെ എല്ലാം ഗോപികയെ സ്വന്തമാക്കിയതോടെ ആ ഇഷ്ടം കൂടി. GPയുടെ സംസാരവും പെരുമാറ്റവും എല്ലാം പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടമാണ്. സിനിമയിലും സീരിയലിലും മാത്രമല്ല പരസ്യരംഗത്തും ഒക്കെ സജീവമാണ് GP. മാത്രമല്ല നിരവധി ബിസിനസ്സുകളും താരത്തിനുണ്ട്. ഇപ്പോൾ ഗോപികയുമൊത്ത് ജീവിതം അടിച്ചുപൊളിക്കുകയാണ് താരം. എന്നാൽ തന്റെ പഴയ പ്രണയത്തെക്കുറിച്ചൊക്കെ GP തുറന്നു പറയുന്ന ഒരു വീഡിയോ ആണ് വൈറലായി മാറുന്നത്. വിവാഹത്തിനൊക്കെ മുമ്പ്, അതായത് താൻ പഠിക്കുന്ന സമയത്ത് നല്ലപോലെ പ്രണയിച്ചു നടന്ന ഒരാൾ തന്നെയാണ് താനെന്നാണ് GP പറയുന്നത്. പിന്നെ എനിക്ക് എന്റെ കുറെ ഫ്രണ്ട്സുകൾ ഇൻട്രോവേർട്ട് ഫ്രണ്ട്സാ. കാരണം അവരെ ഇങ്ങനെ ഇടിച്ചു കയറിയ ഒരാളും ഇപ്പൊ അഞ്ജു കുര്യൻ, അതിഥി, ജസ്നിയ, ഇതുപോലത്തെ കുറെ പേരുണ്ട്. ഇവരൊക്കെ ഭയങ്കര ഇൻട്രോവേർട്സാ. പക്ഷെ ഞാൻ ആ ഒരു സ്പേസേ അവർക്ക് കൊടുത്തിട്ടില്ല. ഇടിച്ചു കയറി സുഹൃത്തുക്കളെ ആക്കിയതാ. സോ ദേ ബിക്കം വെരി കംഫർട്ടബിൾ. അങ്ങനെയൊക്കെ ഉള്ളൊരു ഞാൻ പൊതുവെ ആൾക്കാരെ കംഫർട്ടബിൾ ആക്കുന്ന സ്പേസാണ്. എന്റെ ഒരു നേച്ചർ ആയിരിക്കും, പേഴ്സണാലിറ്റി നേച്ചർ ആയിരിക്കും. ഗോപി ചേച്ചി വരുന്നതിന് മുന്നേ ഉള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് അതാ ഞാൻ പറഞ്ഞത്. ലൈക്ക് ഇപ്പൊ പേളി എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, മിയ ഇസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ദിവ്യ പിള്ളേ, ഇവിടെ ഒരാളുടെ പേര് പറയാൻ പറ്റൂല. ഞാനിപ്പോ ക്രോണോളജിക്കൽ ഓർഡറിൽ പറഞ്ഞ ഇത് തിരിച്ചു പോയതെങ്കിൽ പേളി പ്രശ്നമായി. മനസ്സിലായത്? ഞാൻ പേളി, മിയ, ദിവ്യ പിള്ളേ എന്ന് പറഞ്ഞതാ. ബോയ്സിലും ഉണ്ണിമുകുന്ദൻ ഇസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ലൈക്ക് ഷറഫ്, അല്ലെങ്കിൽ അങ്ങനെ കുറെ, ലൈക്ക് ജീവ ഇസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മീ. ലൈക്ക് കുക്കു, ലൈക്ക് ദെർ ആർ സോ മെനി പീപ്പിൾ. അത് ഏത് ഇരുന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വിച്ച് ഈസ് GP's ഫസ്റ്റ് കാർ, ഫോക്സ്വാഗൻ വെൻഡോ. ഒരു ബ്ലൂ കളർ ഫോക്സ്വാഗൻ വെൻഡോ, ഓട്ടോമാറ്റിക് DSG ഗിയർ ബോക്സ് ഉള്ള ഓട്ടോമാറ്റിക് കാറാണ് ഞാൻ എടുക്കുന്നത്. D4 ഡാൻസ് സീസൺ 2-ലായിരുന്നു. അപ്പോഴാണ് ആദ്യമായിട്ടൊരു കാർ പർച്ചേസ് ചെയ്യുന്നത്. ഫോക്സ്വാഗന്റെ ഒരു വണ്ടിയായിരുന്നു. ഇപ്പോഴും ഞാൻ ആ ഫാമിലിയിലുള്ള കാറുകളാണ് പിന്നെയും വാങ്ങുന്നത്. വാട്ട് ഈസ് GP's സോഡിയാക് സൈൻ? ഞാനൊരു ട്രൂ ബ്രീഡ് ഓഫ് ജെമിനായി ആണ്. ലൈക്ക് ഞാൻ 16 ജൂൺ ആണ്. ഈ ജെമിനായി എന്നുള്ള ക്യാരക്ടർ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന ഒട്ടുമിക്ക സ്ഥലത്തും എന്റെ ക്യാരക്ടർ ഇസ് വെരി സിമിലർ. വാട്ട് ഈസ് GP's കറന്റ് ഏജ്? 37 ഇയേഴ്സ്. ഞാൻ 1987 ആണ്. 16/6/87 ജൂൺ. Who is GP's first love? ഫസ്റ്റ് ലവ് അല്ല, ഫസ്റ്റ് ലവ് എന്ന് പറയുന്നാലേ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് നിന്റെ ആദ്യ ഭാര്യ നിന്റെ വർക്കാണെന്ന് പറയും. ആ ഒരു രീതിയിൽ എപ്പോഴും പറയാറുണ്ട്. ബട്ട് ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ വാട്ട് ഡു ഐ കോൾ ഇൻഫാക്ച്വേഷൻ ആണോ എന്താണെന്ന് അറിയില്ല. ശ്വേത എന്നാണ് കുട്ടിയുടെ പേര്. അവളും കല്യാണത്തിന് വന്നിരുന്നു. ഇപ്പൊ അമേരിക്കയിലാണ്. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അമേരിക്കയിൽ സെറ്റിൽ ആണ്. ശ്വേത ഒരു ഡാൻസ് ഒക്കെ ചെയ്തിരുന്നു എന്റെ കല്യാണത്തിന്. സോ ഐ എം ഇൻ ടച്ച് വിത്ത് എവരിവൺ. അപ്പൊ ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ആകുമ്പോൾ അവള് UKG-ലായിരുന്നു. ഞങ്ങൾ തൊട്ടടുത്ത വീടായിരുന്നു, കളിക്കൂട്ടുകാരായിരുന്നു കുട്ടിക്കാലം മുതലേ. സോ ദാറ്റ് ഷുഡ് ബി മൈ ഫസ്റ്റ് ലവ് ഐ ഗെസ്. കാരണം എന്താ വെച്ചാൽ അന്ന് എനിക്ക് ഒരുപാട് പെൺകുട്ടികൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല. ശ്വേത മാത്രമായിരുന്നു എന്റെ ഫ്രണ്ട്. ഞങ്ങൾ 10ാം ക്ലാസ്സിൽ നിന്ന് ഞാൻ പോയല്ലോ. ഞാൻ പട്ടാമിന്ന് പോയല്ലോ. അത് കഴിഞ്ഞപ്പോ പിന്നെ വേറെ കുറെ ഗേൾ ഫ്രണ്ട്സ്. 10th വരെ സത്യം പറഞ്ഞാൽ 1-2-3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ശ്വേത, ഗായത്രി, അങ്ങനെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് പിന്നെ അങ്ങോട്ട് ഉണ്ടായിരുന്നോ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, തേർഡ് ഇയർ. പിന്നെ എന്താ വെച്ചാലേ CIRS കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയത് പെൺകുട്ടികളായിട്ട്. കാരണം അവിടെ ഈ ഒരു ആൺകുട്ടി, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ പണിഷ്മെന്റ് കിട്ടിയാലാണ് പെൺകുട്ടികളുടെ കൂടെ പോയിരിക്കുക. അപ്പൊ എന്തോ പെൺകുട്ടികളോട് സംസാരിക്കുന്നൊക്കെ എന്തോ ഭീകരാവസ്ഥയാ. പക്ഷെ വീട്ടിലത് പ്രശ്നമില്ല, കാരണം ഫാമിലി ഫ്രണ്ട്സാ ശ്വേതയായിട്ട്. അപ്പൊ ഇവളോട് സംസാരിക്കുമ്പോൾ കളിയാക്കാരുമില്ല. പിന്നെ കുറെ കഴിയുമ്പോൾ ആൾക്കാർ കളിയാക്കി തുടങ്ങി. കാരണം ഇവളും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരുന്നൊക്കെ കണ്ടിട്ട് പിന്നെ അങ്ങനെ അത് പിന്നെ ഗേൾ ഫ്രണ്ട് ഇല്ല എന്ന് പറയുന്നത് കുറച്ചിലായി തുടങ്ങി. അപ്പൊ എന്റെ അടുത്ത് ആരെങ്കിലും ആരാ ഗേൾ ഫ്രണ്ട് ചോദിക്കുമ്പോൾ ശ്വേതയാണെന്ന് പറയും. കാരണം ഇത് ഭയങ്കര പ്രശ്നമാണ്. പെൺപിള്ളേരുടെ അടുത്ത് സംസാരിച്ചതും നടക്കേടാണ്, ഗേൾ ഫ്രണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സ്പേസിംഗ് ആയിരുന്നു. CIRS എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ബോംബെ ക്രൗഡ് ആയിരുന്നു, കോസ്മോപൊളിറ്റൻ ക്രൗഡ് ആയിരുന്നു, അമേരിക്കൻ സ്റ്റുഡൻസ് ആയിരുന്നു. ഇവർക്ക് ഈ ബോയ്സ് ഗേൾസിന്റെ ഇത് ഭയങ്കര കുറവാ. തോളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ വേർക്കുമായിരുന്നു. അത് കഴിഞ്ഞ അലോഷൻസ് പോയപ്പോ എനിക്ക് ഇൻഹിബിഷൻ പോയി. അപ്പൊ എനിക്ക് ബോയ്സും ഗേൾസ് ഒക്കെ ഒരുപോലെ. അങ്ങനെ ഞാൻ കൂടുതൽ പെൺകുട്ടികളോട് കംഫർട്ടബിൾ ആവുന്നില്ല. എപ്പോഴും എനിക്കൊരു പ്ലസന്റ്നെസ് ഉണ്ടായിരുന്നു. പക്ഷെ അതും കൂടെ കഴിഞ്ഞോട് കൂടിയിട്ട് പിന്നെ ഫ്രണ്ട്സും ഗേൾസും ലവും ഒക്കെ അത്രയാണ്. ഞാൻ കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലായിരുന്നില്ല കേട്ടോ. ലൈക്ക് അത് ഞാൻ എടുത്ത് മുമ്പും പറഞ്ഞിട്ട് ഇപ്പോഴും പറഞ്ഞിട്ട്, ലൈക്ക് അങ്ങനെയായിരുന്നെങ്കിൽ എന്റെ കല്യാണം എപ്പോഴും കഴിഞ്ഞാൽ. ലൈക്ക് ഐ വാസ് ഓൾവേസ് ഇൻ എ കൺഫ്യൂസ്ഡ് സ്പേസ്.
ഈ കുട്ടിയാണോ ഈ കുട്ടിയാണോ എന്തൊക്കെയാ സംഭവിക്കുന്ന ചോദ്യം ആ ലൈനാണ്. ഇപ്പൊ ഈ ഡീപ്പ് ഡാൻസിൽ ഒരുപാട് ഇങ്ങനെ ചേട്ടന ലൈക്ക് എല്ലാരും ഏറ്റെടുത്തതിനപ്പോ ഒരുപാട് ഗേൾസ് ഫാൻസ് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതില് ആരെങ്കിലും ഇങ്ങനെ കണ്ടിന്യൂസ്ലി ലൈക്ക് ചേട്ടൻ മെസ്സേജ് അയക്കുക കോൾ ചെയ്യുക അങ്ങനെയൊക്കെ നിന്ന് ആരെങ്കിലും ഉണ്ടോ? കോളും ചെയ്തിരുന്നില്ല, എന്റെ നമ്പർ ഒന്നും മാർക്ക് കിട്ടിയാലും ഞാനിപ്പോ തന്നെ അത്രയും ഞാൻ ഹാൻഡിൽ ചെയ്യില്ലായിരുന്നു. പക്ഷെ ഐ യൂസ് ടു ഗെറ്റ് ലെറ്റേഴ്സ് എന്നോ വീട്ടിലേക്കൊക്കെ കത്തുവരായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാം ഒരു സമയത്ത് ഇൻസ്റ്റാഗ്രാം അല്ല ഫേസ്ബുക്ക് ഒരു കാലത്ത് സ്ഥിരമായിട്ട് നോക്കുമായിരുന്നു. പിന്നെ പേടിയാവാൻ തുടങ്ങി ആൾക്കാർ. ജീവിച്ചേട്ടൻ കല്യാണം വെച്ചാൽ ഞാൻ ആത്മഹത്യ എന്നൊക്കെ പറയുന്ന അന്നത്തെ കാലത്ത് അങ്ങനത്തെ കുറെ മെസ്സേജ് പിന്നെ ചോരയിലൊക്കെ കത്തുവരായിരുന്നു. ഇപ്പോഴൊന്നുമില്ല, D4 സമയത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കയ്യിൽ നിന്ന് പോകുന്നു തോന്നിയപ്പോ പിന്നെ എനിക്ക് പരിചയമില്ലാത്ത ഒരാളായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാ ടു സ്ട്രൈക്ക് എ കോർഡ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഞാൻ സ്വാതന്ത്ര്യം എടുക്കുക, എനിക്ക് എന്നെ അറിയാം എന്ന് തോന്നുന്ന എന്റെ സുഹൃത്തുക്കളുടെ അടുത്ത്, എന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പോലും ഞാൻ എടുക്കില്ല. എന്നെ അറിയാം എന്ന് തോന്നുന്ന ആൾക്കാരുടെ അടുത്താണ് ഞാൻ റിലാക്സ്ഡ് ആവുക. അത് വളരെ ക്ലിയർ ആണ്. എന്നുവെച്ചാൽ എന്റെ ജസ്റ്റ് ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ അങ്ങനെ പാറിപ്പറന്ന് നടക്കില്ല. പക്ഷെ എന്നെ അറിയാം എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഓഫ് ഫ്രണ്ട്സ് ഇല്ലേ, ഈ പറയുന്ന പേളി, ദിവ്യ പിള്ളി, മിയ എന്നൊക്കെ പറഞ്ഞ അഞ്ജു കുര്യൻ, അവരുടെ അടുത്തൊക്കെ ഞാൻ വേറെ സെൽഫാണ്. വേർ ഈസ് GP's happiness? In whatever GP does. That is what my happiness is. Like ഞാൻ എൻ്റെ ഹാപ്പിനെസ് കണ്ടെത്തുന്നത് അല്ലെങ്കിൽ സ്പേസിങ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള എൻ്റെ ഇൻവോൾവ്മെന്റ് ആണ് എൻ്റെ ഹാപ്പിനെസ്. ഇപ്പൊ എൻ്റെ ഹാപ്പിനെസ് കെന്ന ഷോ ആണ്. സോ ദാറ്റ്സ് ഹൗ ഡിഫൈൻ മൈ സെൽഫ്. ഇപ്പൊ ഇതാണ് എന്റെ ഹാപ്പിനെസ്. അങ്ങനെ എനിക്ക് ഹാപ്പി ആവാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ എന്റെ ഒരു എലമെന്റ് ഓഫ് ഇത് ശരിക്കും ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഐ ഡോണ്ട് നോ, ഞാൻ കെന്നയ്ക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറയാം. എന്തുകൊണ്ടാണ് ഞാൻ എന്റെ ഇൻവോൾവ്മെന്റിലെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ 100% ഞാൻ ഇവിടെയാണ്. അപ്പൊ കെന്ന ഷോ എന്ന് പറയുമ്പോൾ കെന്നയുടെ മുഖത്ത് ഒരു റെസ്പോൺസ് വരണമായിരുന്നു, പക്ഷെ കെന്നയുടെ ചെവിയിൽ ഒരു ഇൻസ്ട്രക്ഷൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനിത് പറഞ്ഞപ്പോ. മനസ്സിലായോ? ഇത് എന്റെ ഇന്റലിജൻസ് കൂടിയാണ്. ഇതിപ്പോ എങ്ങനെയാ ജിപിച്ചേട്ടൻ മനസ്സിലാക്കിയെന്ന് കെന്ന ആലോചിക്കും. ഇത് പറഞ്ഞപ്പോ കെന്നയുടെ മുഖത്തൊരു തെളിച്ചം വന്നു. ഇതാണ് ഒരു അവതാരകനായിട്ടുള്ള ജിപിയുടെ ഹാപ്പിനെസ്. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അറ്റൻറ്റീവ് ആണ് ഞാൻ ഇവിടെ ഷോയില്. എന്ന് വെച്ചാൽ കെന്ന ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കറിയാം എന്റെ ഓഡിയൻസിൽ നിന്ന് ഒരു റെസ്പോൺസ് വരുന്നു. അത് വരുന്നില്ല, എന്തുകൊണ്ട് വന്നില്ല? അപ്പൊ കെന്നയ്ക്ക് എന്തോ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ട് പുറത്തുനിന്ന്. ആ ക്വസ്റ്റ്യൻ ആണ് അടുത്ത് കെന്ന എന്റെ അടുത്ത് ചോദിക്കാൻ പോകുന്നത്. ഈസ് ദിസ് ലോങ് 37 years? ചോദിച്ചോളൂ. ഇനി ഞാനൊന്ന് ചോദിക്കണ്ടല്ലോ. എടാ സ്റ്റേറ്റ് അവാർഡ് അവതരണത്തിൽ കിട്ടാന്ന് പറഞ്ഞ എളുപ്പമുള്ള കാര്യമല്ല. ഞാനൊരു ദിവസം ഇങ്ങനെ കേട്ട് പകച്ചു പോയി എന്നൊക്കെ പറഞ്ഞു. അല്ല, ദിസ് ഈസ് എ ടിപ്പ് ഫോർ യു ആസ് എ ആങ്കർ. മനസ്സിലായില്ലേ? ഇതൊരു ഇത് this is my happiness. This is GP's happiness. അതാ ഞാൻ നിങ്ങളെ ടെക്നിക്കാലിറ്റി ഞാൻ ബ്രേക്ക് ചെയ്യണോന്ന് വരെ ഞാൻ ഇപ്പൊ ചിന്തിച്ചു. കാരണം നിങ്ങളുടെ ചെവിയിൽ ഒരു ഇന്നിയർ ഇരിക്കുന്നുണ്ടെന്ന് പ്രേക്ഷകർക്ക് അറിയില്ല. പക്ഷെ ദിസ് ഇസ് എ കണ്ടന്റ് ഫോർ യു. ഇത് കെന്ന ഷോയുടെ ഒരു കണ്ടന്റ് ആണ്. വേറെ ഒരാൾ ഇവിടെ വന്നിരുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം പറയില്ല. കാരണം ഞാൻ അത്ര അറ്റൻറ്റീവ് ആണ്. ഞാൻ ഇത്രയും സംസാരിക്കുമെങ്കിലും എന്റെ ചുറ്റും നടക്കുന്നതിനെ കുറിച്ച് ഞാൻ എസ്പെഷ്യലി ഒരു ഷോ നമുക്കറിയാം, ഇത് എന്റെ ഏരിയ ആണ്. അപ്പൊ ചോദിച്ചോളൂ, ലോങ് 37 years? അല്ല, ചോദിച്ചോളൂ. അത് നിങ്ങൾക്ക് അവിടുന്ന് ഷോന്റെ ഒരു ഇൻസ്ട്രക്ഷൻ വന്നല്ലേ, ഞാൻ പറയാം. ലോങ് 37 years ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ട് തോന്നിയ ഒരു മൊമെന്റ് ഏതാണ്? ഇതാ ദിസ് മൊമെന്റ്. എടോ, ഇതിലും നല്ലൊരു മൊമെന്റ് ഏതാണ്? ഒരു അവതാരകന് ഇതിലും നല്ലൊരു മൊമെന്റ് ഏതാണ് ഹാപ്പി ആവാനുള്ളത്? കാരണം അല്ല, അതാണ് കാരണം ദിസ് ഇസ് മൈ ജോബ് ആൻഡ് ഐ ആം ഗുഡ് അറ്റ് ഇറ്റ്. യെസ്. Which is GP's top gossip? ഞാൻ പക്ഷേ ഇല്ലേ, ഇന്ന് പണ്ടത്തെ ഒരു ഇന്റർവ്യൂല് ജസ്റ്റ് കേട്ടോണ്ടിരുന്നപ്പോഴത്തേനും കമന്റ്സും ജസ്റ്റ് ഞാൻ സ്ക്രോൾ ചെയ്തതാ. അപ്പൊ അതിലൊരു എന്തോ ഒരാള്, വ്യക്തിയുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, നല്ല ഡീറ്റെയിൽ ആയിട്ട് GP ചേട്ടന്റെ പേളി ചേച്ചിയുടെ ഒക്കെ അറിയുന്ന രീതിയിൽ പേളിയും GPയും ഇഷ്ടത്തിലായിരുന്നു. പിന്നെ അവരെന്തോ പിണങ്ങി, പിന്നെ അതുകൊണ്ടാണ് അവര് കെട്ടാത്തത്. അത് ഞാൻ ഇനി അങ്ങനെ അപ്പൊ ഞാൻ വെച്ചത് ഈ പേളിയും GP ചേട്ടനായിട്ട് ഞാൻ അങ്ങനെ ഗോസിപ്പുകൾ ഒന്നും കേട്ടിട്ടില്ല. അപ്പൊ ആ കമന്റിൽ എന്തോ ഗോസിപ്പ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. എനിക്ക് മേജർ ആയിട്ടുള്ള എനിക്കിതിൽ ഏതാ മെയിൻ
ദിവ്യപിള്ള, ഇതിൽ ഏതാണോ ടോപ്പ്? ഗോസിപ്പുകൾ ഇഷ്ടംപോലെ ഉണ്ട്. എനിക്കത് മിയ ചേച്ചി ആയിട്ടായിരിക്കും. പക്ഷെ എന്താ അറിയോ, ദിവ്യപിള്ളയുടെ ഗോസിപ്പിന്റെ സമയത്ത് സോഷ്യൽ മീഡിയ സ്ട്രോങ് ആയിരുന്നു. അപ്പൊ അത് ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെട്ടു. അതിനാണ് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തത്. നിങ്ങൾ ആ കണ്ടത് കല്യാണമല്ല, മീഡിയ എന്ന കാര്യത്തിൽ ഞാൻ എക്സ്പ്ലനേഷൻ കൊടുത്തു വന്നിട്ടില്ല. അപ്പൊ എനിക്ക് ടോപ്പ് ഗോസിപ്പില് ശരിക്കും സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കണം. പക്ഷെ മീയുടെ എന്ന് വെച്ചാൽ കുറച്ച് കാലമായിട്ട് നിന്നുകൊണ്ട് മീയുടെ കല്യാണം എന്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരും അവരവരുടെ കല്യാണങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് ഇപ്പൊ നിൽക്കുമ്പോഴാണ് ഓ ഇത് ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഗോൾസ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഓ അതാണ് പ്രശ്നം. ഹൗ മച്ച് ഇസ് GP's നെറ്റ് വർത്തോ? നമ്മളുടെ സമ്പാദ്യം പൊതുവെ പറയാൻ പാടില്ല എന്നാണ് പറയുക. ഈ നെറ്റ് വർത്ത് എന്ന് ഉദ്ദേശിച്ചത് സ്വാഭാവികമായിട്ടും ലിക്വിഡ് ക്യാഷും അസറ്റ്സും എല്ലാം കൂടി ഇതിനെയാണല്ലോ നമ്മളെ നെറ്റ് വർത്ത്. എക്സാക്ട് ഫിഗർ ഞാൻ എന്തായാലും പറയില്ല. ഒരു 9 ഡിജിറ്റ്സ് ഉള്ള സംഖ്യയാണ്. ഇനി അത് പോയി കൂട്ടി നോക്കി എത്രയാണ് 9 ഡിജിറ്റ് ഉള്ള സംഖ്യ എന്നുള്ളത്, ഇൻക്ലൂഡിങ് പ്രോപ്പർട്ടീസ് ആൻഡ് എല്ലാം കൂടി കഴിഞ്ഞാൽ ഒരു സ്വാഭാവികമായിട്ടൊരു 9 ഡിജിറ്റിലുള്ള സംഖ്യ ആയിരിക്കും. പക്ഷെ എമൗണ്ട് ഞാൻ റിവീൽ ചെയ്യില്ല. പിന്നെ കൃത്യമായിട്ട് ഇൻകം ടാക്സ് കളയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓഡിറ്റിങ്ങും ഇൻകം ടാക്സും GST ഒക്കെ ചെയ്യുന്നുണ്ട്, ധൈര്യമായിട്ട് പറയാം. പക്ഷെ എങ്കിലും നമ്മളിങ്ങനെ പൊതുവേ നമ്മൾ പറയുമല്ലോ, നമ്മൾ എക്സാക്ട് നിങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ അത് റിവീൽ ചെയ്തതാണ്. ജനറലി റിവീൽ ചെയ്യാറില്ല. വാട്ട് ഈസ് GP's ബാഡ് ഹാബിറ്റ്? എന്താണ് ബാഡ് ഹാബിറ്റ്? എന്റെ ബാഡ് ഹാബിറ്റ് അയ്യോ, ഗോപി ചേച്ചി പറഞ്ഞ ബാഡ് ഹാബിറ്റ് ഒന്നും അത് ഭയങ്കര ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പൊ പല സ്ഥലത്തും ഇത് പറഞ്ഞു. അതെന്റെ ബാഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറ്റാതെ കിടക്കയിൽ കിടക്കുക, പിന്നെ അവിടെ ഇവിടെയും വെച്ച ബാഗ് എടുത്ത് കട്ടിൽ വെക്കുക. മറ്റേ OCD ഇല്ല, പക്ഷെ ഒരു OCDയുടെ അത്രയും ലെവലില്ല. ബട്ട് ഷീ ഈസ് വെരി, അവളുടെ ഒരു ഹാബിറ്റ് സ്പേസിൽ അവള് ഭയങ്കര ഫോക്കസ്ഡ് ആണ്. അവള് ചെരുപ്പൊക്കെ ഇട്ടിട്ടേ വീട്ടിൽ നടക്കുള്ളൂ. എനിക്ക് അങ്ങനത്തെ ശീലമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊന്നും ആയിരുന്നില്ല. അപ്പൊ ഞാൻ പുറത്തു പോയിട്ട് അതേപോലെ വീട്ടിലേക്ക് കയറി വരും. അപ്പൊ അതൊക്കെയായിരുന്നു അവൾ കാണുന്ന ബാഡ് ഹാബിറ്റ്സ്. എന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ സ്വഭാവത്തിലേ പുറത്തൊക്കെ പോയി വന്നിട്ട് ഞാൻ നേരെ കിടക്കെ കിടന്നിട്ട് മൊബൈൽ നോക്കും. അത് അവൾക്ക് അത് പെൺകുട്ടികളുടെ സ്പേസ് ആണ്. ഞാൻ ഇതുവരെ ഇത്രയും പെൺകുട്ടികളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ ഈ സ്പേസ് എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഇതൊക്കെ എനിക്ക് പുതിയ അനുഭവം. ഞാൻ ആദ്യത്തെ ഇതൊക്കെയായിരുന്നു എനിക്ക് പുതിയ അനുഭവങ്ങൾ. കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു ഈ എക്സ്പോഷർ കിട്ടുന്നില്ലല്ലോ നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നും. ബാഗ് ഇത് എവിടൊക്കെ വെച്ച ബാഗാ? ഞാൻ വെച്ചാൽ എവിടൊക്കെ വെച്ച ബാഗാ? ഇതാണോ കിടക്കയിൽ വെച്ച? ഓ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അങ്ങനത്തെ കുറെ അതൊക്കെ ഇപ്പൊ ബാഡ് ഹാബിറ്റ്സ് ആയിട്ട് അല്ല, ഇതൊക്കെ അവള് പറയുന്ന ബാഡ് ഹാബിറ്റ്സ്. പിന്നെ ഒരുപാട് മധുരം കഴിക്കും. ലൈക്ക് ഐ എം നോട്ട് വെരി, അത് പിന്നെ ഭയങ്കരമായിട്ട് ഫ്രൈസ് കഴിക്കും. പലരും ചോദിക്കും എങ്ങനെയാ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ചെയ്തിട്ട്. അപ്പൊ അതൊക്കെയാണ് അവൾ പറഞ്ഞിട്ടുള്ള ബാഡ് ഹാബിറ്റ്സ്. എനിക്കിതൊന്നും ബാഡ് ഹാബിറ്റ്സ് എനിക്ക് ബാഡ് ഹാബിറ്റ്സ് ഉള്ളതായിട്ട് തോന്നുന്നില്ലാത്തോണ്ട്. ഫ്രണ്ട്സ് പറയാറുണ്ട് നീ ഭയങ്കര വെറുപ്പിക്കലാണ്, നിന്റെ ഭയങ്കര ബാഡ് ഹാബിറ്റ് എന്ന് പറയാറുണ്ട്. നീയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇന്റർവ്യൂലൊക്കെ? അതെല്ലാ ഫ്രണ്ട്സും പറയാറുണ്ട്. നെല്ലിക്ക എന്ന് പറയും. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ച് തുപ്പാനും. നിന്നെ ഫ്രണ്ട് ആക്കി കഴിഞ്ഞാൽ ദേഷ്യവും വരും, എന്നാ ഇവനെയായിട്ട് പരിപാടി നിർത്തി പോവാനും തോന്നില്ല. അപ്പൊ അത് ആയിരിക്കാം. വാട്ട് ഈസ് GP's വീക്ക്നെസ്? ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഓഫ് ലൈറ്റ് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത്, ഞാൻ എല്ലാവരെയും വല്ലാതെ വിശ്വസിക്കും. അത് എസ്പെഷ്യലി വർക്ക് ഫ്രണ്ടിൽ, കരിയർ സ്പേസിൽ ഞാൻ ഒരുപാട് ആളുകളെ അന്ധമായി വിശ്വസിക്കും. പലരും നോ പറയുമ്പോൾ പോലും എനിക്ക് പണികൾ കിട്ടാറുണ്ട്, എങ്കിലും ഞാൻ അവരെ വിശ്വസിക്കും, എൻ്റെ കൂടെ നിന്നവരെ. പക്ഷെ ഇപ്പൊ അടുത്താണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ ഒരു വീക്ക്നെസ് ആയി മാറി തുടങ്ങിയിട്ടുണ്ട്. ലൈക്ക് എനിക്ക് ആളുകളെ പ്രൊമോട്ട് ചെയ്യാൻ ഇഷ്ടമാണ്. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിലും മറ്റു സംഭവങ്ങളൊക്കെ കാണാറുണ്ട്.